ഹായ് എവരി വൺ, ഫണ്ടക്കേണിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നിക്കൽ കണ്ടൻറ്റുകളും അതുവഴിയുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോമുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടക് ഏൺ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി. തുടർന്നും എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഈ വർഷം ദുബായിലെ ഒരു കമ്മ്യൂണിറ്റിയും റോയൽ ഫാമിലിയുമായി ചേർന്ന് രൂപം കൊടുത്ത ഇന്നോവേറ്റീവായ പ്രൊജക്റ്റുകളുടെ ഓൺ ടോക്കണാണ് IMC അഥവാ ഇൻ മെറ്റ ടോക്കൺ. പ്രൊജക്റ്റുകളെക്കുറിച്ചും ഈ കോയിനുകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായി അവരുടെ വെബ്സൈറ്റിൽ തന്നെ പോയി നമുക്ക് നോക്കാം. ലൈവായി തന്നെ നമുക്ക് വെബ്സൈറ്റിൽ പോയി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് ഇത്ര ഹൈപ്പ് വരാനും അത് മുന്നോട്ടുള്ള വർഷങ്ങളിൽ മാർക്കറ്റിൽ എന്തൊക്കെ സൃഷ്ടിക്കുമെന്നും നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാം. അവരുടെ പ്രൊജക്റ്റ് വൈസും ടോക്കൻ്റെ സപ്ലൈയും അതെങ്ങനെ ഡിമാൻഡിലേക്ക് വരുന്നു എന്നും അവരുടെ വൈറ്റ് പേപ്പറും റോഡ് മാപ്പും ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ചെയ്തു. അവിടെ നമുക്ക് ഇൻ മെറ്റ ടോക്കൺ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇൻ മെറ്റ കോയിൻ സെർച്ച് കൊടുക്കുക. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും inmetacoin.com എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറാം. ഒക്കെ വെബ്സൈറ്റ് ലോഡായിട്ടുണ്ട്. വെൽക്കം ടു മെറ്റാവേഴ്സ. IMC അഥവാ ഇൻ മെറ്റ കോയിൻ എന്ന് പറഞ്ഞാൽ വരും കാലഘട്ടങ്ങളിൽ അതിവിപ്ലവകരമായി മാറാൻ പോകുന്ന ഒരു മെറ്റാവേഴ്സ കോയിനാണ്. NFTയും അവതാറും അടങ്ങുന്ന മെറ്റാവേഴ്സ എക്കോസിസ്റ്റത്തിലെ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ സ്വൈപ്പിംഗ് കറൻസി ആകാൻ കൂടി പോകുന്ന ഒരു കോയിനാണ് ഇൻ മെറ്റ ടോക്കൺ. ഇവിടെ അത് വ്യക്തമായി തന്നെ നമുക്ക് കാണാം. മെറ്റാവേഴ്സ വേൾഡ് ആസ് എ കോമൺ സ്വൈപ്പ് കറൻസി എനേബിളിംഗ് ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ട്രാൻസാക്ഷൻ എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടോക്കൺ നയം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻ മെറ്റ ടോക്കൺ ഡെസിമൽ 18 ഇതേറിയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ BNB സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ സപ്ലൈ വന്നിരിക്കുന്നത് 1.25 ബില്യൺ ആണ്. അതായത് 1250 കോടി. 1250 കോടിയെന്ന് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അത് ഒരുപാട് കോയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുപാട് സപ്ലൈ ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെയാണ് ഇതിൻ്റെ സപ്ലൈ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കമ്പനി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വഴിയെ നമുക്കത് നോക്കി മനസ്സിലാക്കാം. തൊട്ട് താഴത്ത് നമുക്ക് കാണാൻ പറ്റുക കോയിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സാണ്. പിന്നെ ഇൻ മെറ്റ ടോക്കൻ്റെ വൈറ്റ് പേപ്പറും നമുക്കിവിടെ കാണാം. ഇത് വിശദമായിട്ട് നമുക്ക് താഴത്ത് ഡൗൺലോഡ് ചെയ്ത് തന്നെ നമുക്ക് കാണാം. തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും അവരുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് കറൻസികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്ലോക്കി നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു മെംസ് കോയിനിൽപ്പെട്ട ഒരു മെറ്റാവേഴ്സ കോയിനാണ് ഫ്ലോക്കി. അതുപോലെ തന്നെ സ്റ്റാർ കാണാം. ആക്സ് ഇൻഫിനിറ്റി വളരെ പോപ്പുലറാണ് എന്ന് ബൈനാൻസിലൊക്കെ വളരെ നല്ല രീതിയിൽ ട്രൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റാവേഴ്സ കോയിനാണ് ആക്സ് ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ഇഞ്ചിൻ കോയിൻ. അതേപോലെ തന്നെ മറ്റൊരു കോയിൻ, പ്രധാനപ്പെട്ട കോയിനാണ് മാന ഡീസൻലാൻഡ്. ഈ പറയപ്പെടുന്ന കോയിനുകളൊക്കെ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വച്ചിരിക്കുകയാണ് മെറ്റാവേഴ്സ പ്ലാറ്റ്ഫോമിൽ. കാരണം ഇൻ മെറ്റ കോയിൻ എന്ന് പറഞ്ഞാൽ തികച്ചും മെറ്റാവേഴ്സയ്ക്ക് അനുയോജ്യമായ, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റുമായി ഇണങ്ങിച്ചേരുന്ന വിധത്തിലുള്ള 5ഓളം പ്രൊജക്റ്റുകളാണ് ഇവരുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പ്രൊജക്റ്റാണ് മിൻറ്റിംഗ് ഫോഴ്സ്. നമുക്കത് താഴത്തേക്ക് പോകുമ്പോൾ നോക്കാം. മിൻറ്റിംഗ് ഫോഴ്സ്. രണ്ടാമത്തെ മെറ്റാവേഴ്സ ഗെയിമാണ്. മൂന്നാമത്തെ മെറ്റാവേഴ്സ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ഉണ്ട്. നാലാമത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ NFT ആൻഡ് അവതാർ ഷോപ്പ്. അഞ്ചാമത്തെ സ്വൈപ്പ് വാലറ്റ്, അതായത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. ഇത്രയും 5 പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഈ ഒരു കോയിൻ അതിൻ്റെ ഡിമാൻഡിലേക്ക് എത്താൻ വേണ്ടി ഏറ്റവും ഹൈലൈറ്റഡ് ആയ ഒരു പ്രൊജക്റ്റാണ് മിൻറ്റിംഗ് ഫോഴ്സ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്തടുത്ത വീഡിയോകൾ
ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പം ടോക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. എത്ര പെർസെൻറ്റേജാണ് താന്ന് എത്ര പെർസെൻറ്റേജ് കൊടുക്കുന്നു, എങ്ങനെയൊക്കെയാണ് ആ ടോക്കണോമിക്സിൻ്റെ സപ്ലൈ, അത് നമുക്ക് താഴത്തേക്ക് അതിൻ്റെ വൈറ്റ് പേപ്പർ കണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, കോയിൻ്റെ സപ്ലൈ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ ഡിസൈൻ ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഫങ്ഷനാണ് ബേണിംഗ് ആൻഡ് എമിഷൻ. ഈ IMC കോയിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പ്രൊജക്റ്റാണ് മിൻറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു. അത് തികച്ചും ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത്, മിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കിട്ടുന്ന റിവാർഡ് വേൾഡ് വൈഡുള്ള ആര് വിഡ്രോ ചെയ്താലും അവിടെ 10% ബേണിംഗ് ആകും. ഈ ഒരു കോയിൻ്റെ ഇൻ മെറ്റാ ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈയിൽ നിന്നും 10% അവിടെ ബേണിംഗ് ആയി പോകും. അതാണ് ബേണിംഗ് ആൻഡ് എമിഷൻ ടെക്നോളജി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൻ്റെ സപ്ലൈ നിയന്ത്രിച്ചുകൊണ്ട് ഡിമാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മാർക്കറ്റിൽ. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്ട്രാറ്റജിയാണ് അവർ രൂപീകരിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബാനിങ് ആൻഡ് എമിഷൻസ് ആണ്. ഇത് വളരെ കൃത്യമായി നമുക്ക് കിട്ടുന്ന റിവാർഡുകൾ വിഡ്രോ ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് അടക്കം കാണാൻ പറ്റും. ബേൺ ചെയ്യുന്നത് എത്ര ബേണായി, അത് നമുക്ക് BNB സ്മാർട്ട് ചെയിനിലെ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ BC സ്കാനിൽ പോയി നമുക്കത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്ര വ്യക്തമായി തന്നെ പറയുന്നത്. ഇനി നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എടുത്തു, ഇല്ലെങ്കിൽ ഒരു മിൻറ്റിംഗ് പാക്കേജ് എടുത്തു, അത് ആ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല എങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്കത് വിഡ്രോ ചെയ്യാം. ഏത് സമയത്തും 24 hours into 7 ഏത് സമയത്തും നമുക്കത് വിഡ്രോ ചെയ്യാം. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് പോലും അവിടെ 30% എമിഷൻ നടക്കും. ടോട്ടൽ സപ്ലൈയിൽ നിന്നും കട്ട് ഓഫ് ആവും. അല്ലാതെ ഇവിടെ അഡ്മിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്ത ഓദറിന് കൊടുക്കുകയോ അല്ല ചെയ്യുന്നത്. ബേണിംഗ് നശിപ്പിച്ച് കളയാണ്. ടോട്ടൽ സപ്ലൈയിൽ നിന്നും അത് നശിപ്പിച്ച് കളയാണ്. ഇത് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതുവരെ ഫുൾ വേൾഡ് വൈഡ് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഏകദേശം ഒരു 3 മാസക്കാലമേ ആയിട്ടുള്ളൂ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇംപ്ലിമെൻ്റ് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് തുടർന്ന് താഴത്തേക്ക് പോവാം. താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കോയിൻ കീക്കോയിൽ ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പോകും. ഇപ്പം 0.01171 ഇപ്പം നിൽക്കുന്നത്. 3.55 ഡംപിങ് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ, IMC USDT പെയറാണ്. ഇവിടെ നടക്കുന്ന എല്ലാ ട്രേഡിംഗ് കാര്യങ്ങളും, ഓരോ സെക്കൻഡുകളിൽ നടക്കുന്ന ട്രേഡിംഗ് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. A to Z കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാകും. കാരണം ഇത് ഡെക്സൈൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കോയിനാണ്. അതും കൂടെ പറയാം, ഇന്ന് മാർക്കറ്റിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതും എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്തതുമായ ഒരുപാട് കോയിനുണ്ട്. ഒരുപാട് കോയിൻ ചിലപ്പോൾ അത് ഫേക്ക് കറൻസികൾ പോലെ ആകാം. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എക്സ്ചേഞ്ചുകൾ അത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചാണ്, പരിപൂർണമായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ. ഇപ്പം കോയിൻ പാർക്ക്, അതേപോലെ കോയിൻ സ്റ്റോർ, നമ്മുടെ എന്താ പറയുക, കോയിൻ സ്വിച്ച്, അങ്ങനെയുള്ള കുറേ എക്സ്ചേഞ്ചുകൾ ഉള്ളതും എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ ഇല്ലാത്തതുമായ കുറേ കോയിനുകളുണ്ട്. സാധാരണ കോയിനുകളെല്ലാം അങ്ങനെയാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. സാധാരണപ്പെട്ട എല്ലാ കോയിനുകളും മാർക്കറ്റിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടും, ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടും, ആ കമ്മ്യൂണിറ്റിയിലൂടെ പോപ്പുലറായി വരുമ്പോഴത്തേക്കുമാണ് പിന്നീടാണ് അത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഇൻ മെറ്റാ ടോക്കൺ അവരുടെ സ്ട്രാറ്റജി തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയ പാൻകേക്കിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ രംഗപ്രവേശനം ചെയ്തത്. അതിനുശേഷമാണ് ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യണം, അതിനുള്ളൊരു സ്ട്രാറ്റജി അവർ തയ്യാറാക്കിയത്. അപ്പം ആദ്യം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഒരു ടോക്കൺ ഇൻ മെറ്റാ ടോക്കൺ
അതിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ കോയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വർഷം തന്നെയാണ്, ഈ വർഷം ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ റഫറൽ പ്രോഗ്രാം തുടങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ് മിൻറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ആ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ വരുന്നതേ ഉള്ളൂ. അത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും നമുക്ക് എന്താ പറയുക, സോളിഡ് കോൺക്രീറ്റ് എവിഡൻസ് ആയിട്ട് തന്നെ നമുക്ക് BC സ്കാനിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റഡ് ആണ്, നമുക്ക് അവിടെയും ചെക്ക് ചെയ്യാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അത് ലിസ്റ്റഡ് ആണ്. താഴത്തേക്ക് വരുമ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ വെരിഫൈഡ് ആയി കാണാൻ പറ്റും. ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്, ബൈ സെല്ലിൽ എത്രയുണ്ട്, ലിക്വിഡിറ്റി എത്രയുണ്ട്, മാർക്കറ്റ് ക്യാപ്പ് എത്രയുണ്ട്, അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വേറൊരെണ്ണം ഉള്ളത് സെക്യൂരിറ്റി സ്കാൻ ബൈ ഗോ പ്ലസ്. അവിടെ 2 വാണിങ്ങേ പറയുന്നുള്ളൂ. കോൺട്രാക്ട് അഡ്രസ് വെരിഫൈഡ് ആണ്, ഹണി പോട്ട് നോ, അതായത് സ്കാമേഴ്സ് അല്ല എന്നൊരു അവർ തന്നെ വെരിഫൈ ചെയ്ത് സെക്യൂരിറ്റി സ്കാൻ ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റഡ് ആണ്. നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. A to Z കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഡെക്സ ടൂൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അവിടെയും എല്ലാ കോയിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ക്രിപ്റ്റോ വാലറ്റുകളുടെ ലിസ്റ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, കോയിൻബേസ് വാലറ്റ്, സെങ്കോ, കൊയിനോമി, OKX ഇത്രയും വാലറ്റുകൾ ഇതിന് സപ്പോർട്ടാണ്. അതായത് ഡീസെൻട്രലൈസ്ഡ് ആയ എല്ലാ വാലറ്റുകളും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ, ഡൗൺലോഡ് വൈറ്റ് പേപ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. വൈറ്റ് പേപ്പർ തുറക്കുമ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ടോക്കൺ നെയിം ഇൻ മെറ്റാ കോയിൻ ഡെസിമൽ 18 ആണ്. അതുപോലെ തന്നെ BNB സ്മാർട്ട് ചെയിനിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേറിയത്തിൻ്റെ പ്ലാറ്റ്ഫോം 1250 കോടിയാണ് ടോട്ടൽ സപ്ലൈ. ടിക്കർ നെയിം IMC കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ വർഷത്തെയും എന്തൊക്കെ നടന്നു, ഐഡിയ കൺസെപ്ഷൻ 2023 ക്വാർട്ടർ 2ലാണ് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ തന്നെ വന്നത്. 2023 ക്വാർട്ടർ 3 to ക്വാർട്ടർ 4 ആയപ്പോഴത്തേക്കും പ്ലാനിങ് ടു പോസിബിലിറ്റീസ്, ഇതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് അവർ സ്റ്റഡി ചെയ്തതിന് ശേഷം 2024 ക്വാർട്ടർ 1ൽ ഇൻ മെറ്റാ കോയിൻ ഡിപ്ലോയിഡ് ആൻഡ് പ്രീ മിൻറ്റഡ് എന്ന് പറഞ്ഞ ഈ രീതിയിലേക്ക് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം 2024 ക്വാർട്ടർ 2ലാണ് ഡെക്സ ലിസ്റ്റിംഗ്, അതായത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് പ്രീസെയിൽ ഒക്കെ നടന്നത്. ക്വാർട്ടർ 2 2024 ക്വാർട്ടർ 2ൽ പ്രീസെയിൽ നടന്നു. 2024 ക്വാർട്ടർ 3ലാണ് മിൻറ്റേഴ്സ് ഫോഴ്സ് റഫറൽ പ്രോഗ്രാം തുടങ്ങിയത്. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒക്ടോബർ മാസം ആകുന്നതേ ഉള്ളൂ. അതിനൊരു 3 മാസം മുമ്പാണ് റഫറൽ പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. 2024 ക്വാർട്ടർ 3 to ക്വാർട്ടർ 2 2025 പ്രൈവറ്റ് സെയിൽ പ്രോസസ്സ് നടക്കും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. 2025 ക്വാർട്ടർ 1ൽ ഡീറ്റെയിൽ വൈറ്റ് പേപ്പർ റിലീസ്. ഡീറ്റെയിലായ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഡിറ്റിങ്ങും കാര്യങ്ങളും മറ്റുള്ള ഇതിന് പ്രോസസ്സിങ്ങിനും മറ്റുള്ള എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ഒക്കെ വ്യക്തമായ രീതിയിലുള്ള അവരുടെ വൈറ്റ് പേപ്പർ റിലീസിംഗ് ആണ് 2025 ക്വാർട്ടർ 1. ക്വാർട്ടർ 1ൽ തന്നെ മിൻറ്റിംഗ് ഫോഴ്സ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യും. ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ കോയിൻ്റെ ഇൻ മെറ്റാ ടോക്കൻ്റെ ഡെവലപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ്.
ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈപ്പിന് സപ്പോർട്ടായി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റാണ് മിൻറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് 2025 Q1 നടക്കുക. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ഗെയിം, അവരുടെ പ്രൊജക്റ്റുകളിൽ രണ്ടാമത്തെ പ്രൊജക്റ്റായ ഗെയിം 2025 Q2 ലോഞ്ച് ചെയ്യും. അടുത്ത വർഷം തന്നെ, അതായത് 25 തന്നെ 100,000 മെറ്റാബിറ്റി ഹോൾഡേഴ്സിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്രത്തോളം തന്നെ ആക്കും. ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ആൾക്കാർ ഇൻ മെറ്റാ കോയിൻ ഹോൾഡേഴ്സായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും. കാരണം ഈ കോയിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയാണ് എല്ലാവരെയും ഇതിലേക്ക് ആകർഷിപ്പിക്കുന്നത്. സപ്പോർട്ടിംഗ് മെറ്റാവേഴ്സ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം 2026 അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 2025 Q4 അടുത്ത വർഷം ഏകദേശം അവസാനത്തോളം NFT ആൻഡ് അവതാർ ഷോപ്പ് ലോഞ്ച് ചെയ്യുന്നു. അതേപോലെ 2026 Q3 ആകുമ്പോഴത്തേക്കും മെറ്റാവേഴ്സയുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വളരെ വ്യക്തമായ രീതിയിൽ ഉള്ള ഒരു റോഡ് മാപ്പ് അവർ കൊടുത്തിരിക്കുന്നു വൈറ്റ് പേപ്പറിൻ്റെ കൂടെ തന്നെ. ഇതൊരു ഇൻട്രൊഡക്ഷൻ വൈറ്റ് പേപ്പറാണ്, ഫുള്ളി ഡീറ്റെയിൽ വൈറ്റ് പേപ്പർ അല്ല. വൈറ്റ് പേപ്പറിൻ്റെ ലോഞ്ചിങ് വരുന്നത് 2025 ഫസ്റ്റിൽ തന്നെ, Q1 തന്നെയാണ്. അതായത് അടുത്ത വർഷം ആദ്യവാരം തന്നെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ വൈറ്റ് പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. എന്തു തന്നെ ആയാലും വളരെ പ്രധാനപ്പെട്ട മെറ്റാവേഴ്സ കോയിനുകളിൽ ഉൾപ്പെടുന്ന ഒരു കോയിൻ തന്നെയാണ് ഇൻ മെറ്റാ ടോക്കൺ. ഇതിൻ്റെ പ്രൊജക്റ്റുകളെല്ലാം അതിഗംഭീരം തന്നെയാണ്. മാത്രമല്ല, പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോയിനെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്റ്റുകളാണ് അതിൻ്റെ നെടുന്തൂണെന്ന് പറയാം. കാരണം പ്രൊജക്റ്റുകളിലൂടെയുള്ള സർക്കുലേറ്റിംഗ് ആണ് കോയിൻ ഡിമാൻഡിലേക്ക് എത്തിക്കുക. ഇൻ മെറ്റാ ടോക്കനെ അതിൻ്റെ ഡിമാൻഡിലേക്ക് എത്തിക്കാൻ ഉതകുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ് മിൻറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മറ്റുള്ള പ്രൊജക്റ്റുകളൊക്കെ അതാത് സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റണ്ണിങ് പ്രൊജക്റ്റിൽ നിൽക്കുന്നത് മിൻറ്റിംഗ് ഫോഴ്സാണ്. മിൻറ്റിംഗ് ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത ഒരു വീഡിയോ നമ്മൾ ഇറക്കും. മിൻറ്റിംഗ് ഫോഴ്സിൽ എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം. മിൻറ്റിംഗ് ഫോഴ്സിൽ നമുക്ക് ഓരോ ടാസ്ക് ചെയ്താണ് നമുക്ക് അതിൽ നിന്നും റിവാർഡ് കിട്ടുക. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് മിൻറ്റിംഗ് എന്താണ്, മൈനിങ് എന്താണ്, മിൻറ്റിങ്ങും മൈനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.